ഞാനിപ്പോൾ ഉള്ളത് ഇറാനിലാണ്, ഇറാനിലെ ഗിലാനിൽ. അപ്പോൾ ഗിലാൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല പച്ചപ്പുള്ള തെഹ്റാൻ പോലെയുള്ള, തെഹ്റാൻ ഭയങ്കര സിറ്റി ആണെങ്കിൽ ഗിലാൻ ഒരു മൗണ്ടെയിൻ ഏരിയ ആണ്, ഫുള്ളും നമ്മളെ കുറേ മലകളുള്ള ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇറാൻ്റെ ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേക ഫുഡാണ്. ഇപ്പം തെഹ്റാൻ പോലെയല്ല ഗിലാൻ പോലെയല്ല ഷിറാസ് പോലെയല്ല മെഷാദ്. ഈ ഇറാൻ്റെ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ കേരള, തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റേറ്റ് ഇല്ല, അതുപോലെയാണ് ഓരോ പ്രൊവിൻസ് ആട്ടെ ഇത്. ഈ നമ്മളെ നാട് പോലെ തന്നെയാട്ടോ ശരിക്കും. ഈ വീടിൻ്റെ ബാൽക്കണീൻ്റെ, അതായത് വർക്ക് ഏരിയ, കിച്ചണിൻ്റെ പുറത്താണ് ഈ ഒരു സംഭവം ഉള്ളത്. ഇവിടെ വേറൊരു സ്റ്റൗ വെച്ചിട്ട് അവരുണ്ടാക്കുന്ന ഫലാഫലാണ്, നമ്മൾ അറേബ്യൻ ഫലാഫലില്ലേ അതിൻ്റെ വേറൊരു ടൈപ്പ്. ഇത് ഡോണറ്റിൻ്റെ ഉഴുന്നുവട പോലെ അത് ഉണ്ടാക്കാൻ ഇതവർ കുഴച്ച പരിപ്പാണ്, അതായത് ബീൻസ് ഇല്ലേ, ബീൻസിൻ്റെ കൂടെ വേറെയും കുറേ പച്ചക്കറി സാധനങ്ങളിൽ മിക്സ് ആക്കിയിട്ടാണ് ഈ കാണുന്ന പരിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പൊട്ടറ്റോ മുറിച്ചിട്ട് മറ്റേ ഇത് ഫിംഗർ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന് ഇവർ പറയുന്ന പുലാവ് എന്നാണ്, ബിരിഞ്ച് പുലാവ്. നേരത്തെ നിങ്ങൾ കണ്ട മറ്റേ കുങ്കുമവും ഓയിലിട്ടിട്ട് ചോറ് ദമ്മാക്കുന്ന കേട്ടോ. ഷോമി എന്നതിന് പറയാ. ഉഴുന്നുവട കേരള ഉഴുന്നുവട, നമ്മൾ ഉഴുന്നുവട പോലെ തന്നെ കേട്ടോ. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടും, എന്നിട്ട് ഒരു തോട്ടാട വെച്ചു കൊടുക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ഇതാ വേറെയും കുറേ കറികൾ. ഇതൊന്നും പേരുകൾ നമുക്ക് മനസ്സിലാവുകയില്ല. ഇത് ഏകദേശം ഒരു 8 മണിക്കൂർ ഇതിങ്ങനെ ഈ ഒരു ചിക്കനെ ഈൽത്ത് വെച്ചിട്ട് ഇങ്ങനെ പുഴുങ്ങി ചിക്കൻ്റെ ഓയിൽ ഇറങ്ങിയിട്ടാണ് ഈ കാണുന്ന കളർ ഉണ്ടായിട്ടുള്ളത്. വേറെയും കുറേ മസാലകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടുത്തെ കൈമയാണ് ഏറ്റവും ഫേമസ്. നമ്മൾ ഇന്നലെ തെഹ്റാനിൽ വീട്ടിൽ പോയി തിന്ന സാധനം ഇത്, അതായത് പരിപ്പും ബീഫും എല്ലാം ഉള്ളൊരു സാധനം. പിന്നെ ഇത് ഇവർ ചായക്ക് വേണ്ടി തിളപ്പിക്കുന്നതാണ്. ഇത് ഇരുട്ട് പാവി വരും. ഇതിൻ്റെ മുകളിൽ പാത്രം വെച്ച് കഴിഞ്ഞാൽ ചായപ്പൊടി തിളച്ചിട്ട് ഇതാ ഈ സാധനം ഇതിൻ്റെ മുകളിൽ ഇതിലിപ്പം ചായപ്പൊടി ഇട്ടിട്ട് ഈ സാധനം എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതാ ചായ സെറ്റായി. ഇങ്ങനെയാണ് ഇറാൻ ടീ ഉണ്ടാക്കുന്നത്. സെയിം തുർക്കിയിൽ ഇങ്ങനെ തന്നെയാണ് സംഭവം. ഇത് ഫുള്ളും ടൊമാറ്റോ പേസ്റ്റും വേറെയും കുറേ പൊടികൾ ഇട്ടിട്ടുണ്ടാക്കിയത്. അപ്പം ബാബാ ദിസ് നെയിം മൊർഗ് സുഹാരി സലാഡ്. ഇത് സലാഡ് നല്ല കിടിലൻ. നെഹനോ എന്നാണ് ഇതിന് പറയാം. സലാദ് മസ്. ഓക്കെ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ മാത്രമായിട്ടുള്ള ഒരു മോരുണ്ട്. ഇവരെല്ലാവരും ലബാൻ ഇതൊരു പ്രത്യേകതരം ലബാൻ, ഭയങ്കര ടേസ്റ്റാണ്. സാധാരണ ലബാൻ എന്ന് പറയുമ്പോൾ പിന്നെ ഇതിൽ ടേസ്റ്റ് ഫ്ലേവർ ഇല്ലാത്തതല്ല, ഇതിൽ ഇവർക്ക് ഓൾറെഡി മിൻറ്റിൻ്റെ ഫ്ലേവർ ഉള്ളതാണ് ഈ ലബാൻ. ഈ ലബാൻ വെച്ചിട്ടാണ് ഇവർ ഈ കാണുന്ന സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. തന്നിട്ടുണ്ട്. ഇതാണ് ഫുള്ള് പച്ചക്കറി. മുറിച്ചിരിക്കുന്നു എൻ്റെ ഭാഷയിലിട്ട്. ഇത് ഫുള്ള് കഴുകി വെച്ചാണ്. ഇനി ഇത് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ തിന്നും. പിന്നെ ഇത് കുറേ കറിയിലിടും. പിന്നെ ഇത് നബാത്ത്. ചായ കുടിക്കുമ്പോൾ മധുരത്തിന് പകരം കടിച്ചു തന്നിട്ട് ഒരു മുട്ടായി ഇത് നബാത്ത്. അത് ഓൾറെഡി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.